ഇത്തരത്തിലുള്ള പല പ്രമുഖരായ ബിൽഡർമാരുമായി ലാൻഡ് ലോർഡ് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ മുന്നിൽ വരികയും അത് നികുതി പിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന നമ്മുടെ ഒരു സ്റ്റാൻഡ് പല സ്ഥലത്തും നിലനിന്നിട്ടുണ്ടെന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കൂ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ലാൻഡ് ലോർഡും ബിൽഡറും തമ്മിലുള്ള കരാറ് ഇതിൽ പ്രധാനമാണ്. 2017 മുമ്പുള്ള കരാറാണെങ്കിൽ തീർച്ചയായും നികുതിയുടെ ബാധ്യതയുടെ പ്രശ്നം വരുന്നില്ല എന്ന് തന്നെ ഏകദേശം പറയാം. നികുതിയുടെ കാര്യം പ്രത്യേകമായി എഗ്രിമെൻറ്റിൽ സൂചിപ്പിക്കുകയും ഏതുവിധ നികുതിയും ഈ കൺസ്ട്രക്ഷന് വന്നാൽ അത് ലാൻഡ് ലോർഡ് വഹിക്കേണ്ടതില്ല എന്നും, അഥവാ ലാൻഡ് ലോർഡ് അങ്ങനെ അടയ്ക്കേണ്ടി വന്നാൽ ആ തുക ബിൽഡർ തരും എന്നുള്ള ക്ലോസൊക്കെ വയ്ക്കാനുള്ള അവകാശം ലാൻഡ് ലോർഡിനുണ്ട്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റിലേക്ക് കടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കാറ്. പ്രത്യേകിച്ച് ലാൻഡ് ലോർഡ് സ്ഥലം വെച്ചുകൊണ്ട് ഒരു കെട്ടിടം പണിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഈ ജോയിൻറ്റ് വെഞ്ചറിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നിരവധി ഏജൻസീസ്, ബ്രോക്കർമാർ ലാൻഡ് ലോർഡിനെ സമീപിക്കുക. അങ്ങനെ സമീപിച്ചാൽ തന്നെ വ്യക്തമായ ധാരണയോടെ വിദഗ്ധരായ ആളെ കൊണ്ട് എഗ്രിമെൻ്റ് നോക്കിച്ച് ലാൻഡ് ലോർഡിനു കൂടി അനുകൂലമായ രീതിയിൽ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഓരോ ഭൂ ഉടമയുടെയും അവകാശമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. For more informative contents, please subscribe to GST Talks YouTube channel and press the bell icon.